ഹായ് ഓൾ, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ ബുഖാരി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഉപ്പ ഗൾഫിലാണ് ഇപ്പോൾ ഉള്ളത്, ഉപ്പ എടുത്തിട്ട് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉപ്പ ഇപ്പോൾ ഇവിടെ 15 കിലോ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഉപ്പ് ഇവിടെ 10 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ ഈ ചിക്കൻ അങ്ങ് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ഉപ്പ് ഇവിടെ നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടല്ലോ, ആ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെക്കണം. പിന്നീട് ഇതിൻ്റെ മസാലക്കായിട്ട് ആവശ്യമുള്ളത് 3 കിലോ ക്യാരറ്റ് നല്ലതുപോലെ ചെറുതായി ക്രഷ് ചെയ്തെടുത്ത് വേണം. അതുപോലെ 3 കിലോ തക്കാളി വേണം, നല്ല പഴുത്ത തക്കാളി. പിന്നീട് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഏലക്കായ, അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റ് വേണം. അതൊക്കെ ഏത് കമ്പനിയുടെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റാണ്. അതുപോലെ തന്നെ 5 മാഗി ക്യൂബ്സ് കൂടെ വേണം, അതായത് ചിക്കൻ ക്യൂബ്സ്. പിന്നീട് കറുവപ്പട്ട, ഇത്രയും വേണം. ഇപ്പോൾ ഉപ്പ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓയിൽ കുറച്ചുകൂടെ അത്യാവശ്യമായിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ, അതുപോലെ കറുവപ്പട്ട ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് മെതി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് കരിഞ്ഞു പോവരുത്, ജസ്റ്റ് ഈ എണ്ണയിൽ കിടന്നൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇതൊന്ന് ചൂടായി വന്നാൽ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എടുത്ത് വെച്ച പാക്സിലെ ടൊമാറ്റോ സോസൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മസാല എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അതിനുശേഷം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കണം. റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സെയിം മസാല കൂടെ തന്നെയാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എടുത്തിട്ടുള്ള അരിയുടെ ഇരട്ടി വെള്ളം ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നാൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം ഒരു വെള്ളത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 5 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ പീസ് എല്ലാം ഇതിൽ നിന്ന് കോരി മാറ്റണം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അരിയൊക്കെ കട്ട കുത്തി പോകും. അപ്പോൾ ആദ്യം തന്നെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയെല്ലാം വേറെ വേറെ നിൽക്കും. അങ്ങനെ അരിയൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉണക്കമുന്തിരി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ റൈസ് ഇവിടെ 3/4 വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ മുകളിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള, അതായത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കണം. ഇനി റൈസ് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രം താഴെ വെച്ച് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു റൈസിൻ്റെ പാത്രം വെച്ച് കൊടുത്ത് റൈസ് ആദ്യം തന്നെ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നല്ലതുപോലെ ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം നല്ലൊരു ടൈറ്റായിട്ടുള്ള മൂടി കൂടെ വെച്ചിട്ട് ഈ ഒരു പാത്രം ഒന്ന് മൂടി കൊടുക്കണം. ഇപ്പോൾ അരമണിക്കൂറായി ഇതിങ്ങനെ ദം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്.
ഇപ്പോൾ ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന് മുകളിലുള്ള ചിക്കന് കോരി മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ ഉടഞ്ഞു പോകും. അപ്പോൾ ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം ഈ റൈസ് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫിലായിട്ട് ഇടുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിലൂടെ വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.